ചക്രവർത്തി സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഈ പിണറായി സർക്കാരിന്റെ അവസാന നാളുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ വല്ലാത്തൊരു പീക്ക് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SIT അന്വേഷണ സംഘം, നമ്മൾ ക്രിക്കറ്റ് കളിയിലെ ബാറ്റ്സ്മാൻ ഫോമായി എന്ന് പറയുന്നത്, ബാറ്റ്സ്മാൻ ഫോമായാലും എങ്ങനെ എറിഞ്ഞാലും വിക്കറ്റ് കിട്ടത്തില്ല. പല ബൗളർമാരെ മാറി മാറി നമ്മൾ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ ഇട്ടാലും അടിച്ചിരിക്കും. അത് 6 ആയിരിക്കും, 4 ആയിരിക്കും. അവസാനം തലയെ കൈവച്ച് മാരണക്കാലം ഇവൻ പോണില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാഗി നമ്മൾ ഫീൽഡിൽ നിൽക്കുന്നവരെ നിൽക്കും. അതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഞാൻ അദ്ദേഹത്തിനെ വാഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നും നമ്മളാളല്ല. വിദ്യാർത്ഥി എന്ന രീതിയിൽ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ SIT അന്വേഷണത്തിൽ വന്നിരിക്കുന്ന സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് അവർക്ക് അടുത്ത വരാൻ പോകുന്ന ഭരണം കിട്ടാൻ സാധ്യതയുണ്ടോ? അതൊരു ഭരണ നേട്ടമായി. ഞങ്ങൾ ഭരിച്ച സമയത്താണ് തന്ത്രി മുതൽ വലിയ പൊങ്കവന്മാരെ പിടിച്ച് 5 ദിവസമെങ്കിൽ 5 ദിവസം ജയിലിടാൻ പറ്റും, ഞങ്ങളെ കഴിവുണ്ടാടാ എന്ന് നെഞ്ചി കൈവച്ച് പറയാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. സാറിന് എന്ത് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും അയ്യപ്പദാസ് പറഞ്ഞതുപോലെ തന്നെ ശബരിമല കൊള്ള എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരുന്നു. ആ പ്രചരണ ആയുധത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങളിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അയ്യപ്പദാസിന് തന്നെ ഓർമ്മ ഉണ്ടാവും, ഞാൻ അയ്യപ്പദാസായിട്ട് സംസാരിച്ചപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് LDFന് വലിയ കോൺഫിഡൻസ് ഉണ്ട്, CPMന് പ്രത്യേകിച്ചും വലിയ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അവരുടെ പല നേതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിനും അപ്പുറത്തേക്ക് കുറേ കൂടി കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പത്മകുമാറും അതുപോലെ വാസുവും വിജയകുമാറും അടക്കം CPMൻ്റെ നേതാക്കന്മാരൊക്കെ അറസ്റ്റിലായി. 11-12 പേർ അറസ്റ്റിലായതിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും CPMൻ്റെ അന്നത്തെയും ഇന്നത്തെയും നിലപാടൊന്നാണ് എന്നുള്ളത് നമ്മൾ കണ്ണടച്ചിട്ടാക്കാൻ പറ്റില്ല. ആ നിലപാടെന്ന് വെച്ചാൽ SITയുടെ അന്വേഷണം ശരിയായ നിലയിലാണ്, SIT അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം കുറച്ചുകൂടി കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ കണ്ടു, അടൂർ പ്രകാശിലേക്ക് ആന്റോ ആന്റണിയും അതുപോലെ സോണിയാഗാന്ധിയുടെ SIT അന്വേഷണത്തിൽ മറുപക്ഷം പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അല്ല, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യാനൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ SIT അറസ്റ്റ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്താൽ പോലും CPM എടുക്കാൻ പോകുന്ന നിലപാട് എന്താ? ആരാണോ ആരെയും ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കില്ലെന്നാണ്. ആ സ്റ്റാൻഡിലാണ് ഇപ്പോഴും ഒരു ഉറച്ചു നിൽക്കുന്നത്. മനസ്സിലായോ? കൂടാതെ അവർ എന്തുകൊണ്ടാണ് പാർട്ടി നടപടി എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് വ്യക്തിപരമായി പോലും CPMന്റെ ഏറ്റവും വലിയ നേതാക്കളോട് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ പോലും അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൽ കൃത്യത വരട്ടെ, അതായത് ഒരു നെഗ്ലിജൻസ് ആണോ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ അതിനനുസരിച്ച് നടപടി, അതല്ല അവർ ഈ കൊള്ളക്ക് കൂട്ടുന്നതാണോ, അതാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടി, അതല്ല ഇതിന്റെ കിങ് പിൻ ഇവരാണോ എന്നുള്ളത്, ഇതിനെ ഈ പറയുന്ന പോലെ ഇവരാണോ ഇതിന്റെ ഗൂഢാലോചന ആസൂത്രണമൊക്കെ നടത്തിയത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്തു വരട്ടെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? താങ്കൾ പറഞ്ഞ പോലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഈ തന്ത്രി കണ്ഠര് രാജീവൻ അടക്കമുള്ള ആളുകൾ ഈ കൊള്ളക്ക് വലിയ കൂട്ടുന്ന, അല്ലെങ്കിൽ ഇതിന് ഏറ്റവും സൂത്രധാരൻ അദ്ദേഹമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ, ദിലീപിനെ പോലെ നിരവധി പേർ അറസ്റ്റിലായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കുന്ന ഒരാളുകളുണ്ട്. അത് യാഥാർത്ഥ്യവുമുണ്ട്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ കൊടിമരം തന്നെ അടിച്ചു കൊണ്ടുപോയിരുന്നു ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലേക്ക് കാലത്ത് എന്നുള്ളത് കൂടി പുറത്തേക്ക് വരികയും യഥാർത്ഥത്തിൽ അതിനിപ്പോഴും ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റാതിരിക്കുകയും ചെയ്തു. കാരണം ഈ വാജിവാഹനം എന്ന് പറയുന്ന അയ്യപ്പന്റെ കുതിര, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം, അത് കുതിരയാണല്ലോ. ഈ കുതിര എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 11 കിലോ ഭാരമുള്ള ഒരു സാധനമാണ്. ആ 11 കിലോ ഭാരമുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്തു, കണ്ണുകൊണ്ട് കാണിച്ചു, അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുത്തു എന്നൊക്കെയാണ് അജയ് തറയിൽ പറയുന്നത്. അപ്പൊ ഇത് ഇനി അടുത്തൊരു കാര്യം, ഞാൻ അയ്യപ്പാസിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വാജിവാഹനം തന്നെ ഇത് വേറൊരാൾക്ക് വിറ്റു എന്നും പിന്നീട് ഈ പ്രശ്നമുണ്ടായപ്പോൾ അത് എന്ത് ചെയ്താണ്, തിരികെ മേടിച്ചതാണ് എന്ന് പറയുന്ന പല ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ അത് CPMനെതിരെ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ CPMനെതിരെ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ശിവകുമാറിന്റെ VS ശിവകുമാറിന്റെ അനിയൻ ഇതുപോലെ ജ്യേഷ്ഠൻ ജയകുമാർ 1.25 കോടി രൂപ പാത്രം വാങ്ങിയതിൽ എന്ത് ചെയ്തു, അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 8 കൊല്ലത്തേക്കുള്ള അരവണ പായസത്തിലേക്കുള്ള കരാർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇവിടെ അഴിമതിയുണ്ട്. ഇത്തരം അമ്പലങ്ങളിലും പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇപ്പൊ ഈ CPMന്റെ ആളുകളൊക്കെ ഇത് അകത്ത് കിടക്കണമെങ്കിൽ പോലും CPMന് ഇപ്പൊ ഇത് ഗുണകരമായിട്ട് വന്നേക്കണേ. കാരണം എന്താ? CPM മാത്രം സ്റ്റാൻഡ് മാറ്റാത്തേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പൊ സോണിയാഗാന്ധിയുടെ അവിടുത്തെ എന്തുകൊണ്ടാണ് ചരട് കിട്ടിയത്, സ്വർണം മുക്കിയവനും അതുപോലെ സ്വർണം വാങ്ങിയവനും എന്താണോ ഒരുമിച്ച് അവിടെ ചെന്ന് കണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു
യാതൊരു വിശദീകരണമില്ല. അല്ലെങ്കിൽ ആര് വഴിയാണ് റെക്കമെൻഡ് ചെയ്ത് അവിടെ ചെന്നത് എന്നുള്ളതിന് വിശദീകരണമില്ല. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, BJPയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താ? BJP പറയുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആദ്യം പറഞ്ഞത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്താൻ പോകുന്നു എന്നാണ്. അത് പിന്നീട് ഡേഞ്ചർ ആണെന്ന് കണ്ടതിന് ശേഷം കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നില്ല, അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് അന്വേഷണം വഴിതിരിച്ചു വിടാനാണോ അല്ലയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ ആർക്കും എടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതേസമയം CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, CPMനെ തോപ്പിക്കുന്നത് ഈ ചാനൽ ചർച്ചകൾക്ക് വരുന്ന ആളുകളാണ്. കാരണം അവർക്ക് ഇതിന് മറുപടിയില്ല. എന്നെയാണ് ചാനൽ ചർച്ചകൾ വിളിക്കണമെങ്കിൽ ഞാൻ അതിഗംഭീരമായിട്ട് മറുപടി പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താ, CPM പറയുന്നത് SIT അന്വേഷണം സത്യസന്ധമായി നടക്കുന്നു എന്നാണ് CPM ആദ്യം പറഞ്ഞിട്ടുള്ളത്. ആര്? പത്മകുമാറിനെ പിടിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വാസുവിനെ പിടിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതിനുശേഷം വിജയകുമാറിനെ പിടിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും ഒടുവിൽ CPIയുടെ KP ശങ്കർദാസിനെ പിടിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശങ്കർദാസിനെ പിടിച്ചപ്പോൾ ബിനോയ് മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, നേതാവാണെന്ന് പറഞ്ഞത്. അതേസമയം CPMന്റെ ഒരാൾ പോലും വന്നിട്ട് പത്മകുമാർ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവയപ്പദാസ് പറഞ്ഞു എന്നൊരു കാര്യം കറക്റ്റാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യപ്പെട്ടു, ഒന്ന് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇതിന്റെ ഫ്യൂസ് കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ CPMന്റെ പല നേതാക്കന്മാരും ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ തന്നെ, ഇപ്പൊ ചാനലുകാർക്കൊക്കെ എന്ത് ചെയ്യണ്ടേ, ഈ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യേണ്ടതാണ്. സ്വർണ്ണക്കൊള്ള നിങ്ങൾ എന്ത് ചെയ്യൂന്നേ, ചർച്ച ചെയ്യുന്നതാണ്, എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ സത്യത്തില് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനിത് ഏറ്റവും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് ആദ്യം പറഞ്ഞ ആൾ ഞാനായിരിക്കും. ഞാനാണ് ഒരു മാസം മുമ്പ് പറഞ്ഞത് അയ്യപ്പാസിനടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള പലർക്കും അടക്കം ഞാനപ്പോ എന്തോ പക്ഷം മാറിയോ പിണറായി പക്ഷത്തേക്കായോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ നമ്മളൊരു യഥാർത്ഥത്തിലുള്ള ബോധ്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ അതിനേക്കാൾ ഒരു മാസം മുമ്പ് ഞാൻ അയ്യപ്പാസിന്റെ അടുത്ത് പറയുന്നതിന് ഒരു മാസം മുമ്പ് ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചടിയായി മാറും എന്നുള്ളത്. കാരണം ഒരു കാര്യം ഐ വാസ് ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. അതെന്താണെന്നറിയാമോ, കൊള്ള നടത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് അഴിമതി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. ഈ പത്മകുമാറിനെ പോലെയുള്ള പലരും ഇതിന് ചിലപ്പോൾ കൂട്ടുന്നുണ്ടാവാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമായിട്ട് നടന്നതായിരിക്കില്ല, ഇതവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെയുള്ള ആ ശബരിമലയിൽ ചില ഇപ്പൊ ഈ ഞാനിപ്പോ ആളുടെ പേര് പറയുന്നില്ല, ഇവിടെ തന്നെ ഈ വൈക്കിലൊക്കെ അടുത്ത് തന്നെ ഒരു ഓഫീസുള്ള ഒരാള്, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ ബിസിനസ്സുകളുണ്ട്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സീസണിൽ മാത്രം ചെറുതുള്ള കച്ചവടങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാത്തിനും കമ്മീഷൻ തീർച്ചയായിട്ടും ഉണ്ട്, കൊടുക്കണം. മനസ്സിലായ? ഈ കഴിഞ്ഞ ദിവസം മറ്റേ ആ ഒരു ഷട്ടക്കിടാതെ വന്നിരിക്കുന്ന ഒരു ശില്പിയുണ്ട്, ആ ശില്പി പോലും പറഞ്ഞേക്കണത് അവിടെ എല്ലാത്തിനും ഈ മറ്റേ ഇയാളടക്കം കമ്മീഷൻ മേടിക്കും. ആര്? ഈ തന്ത്രി അടക്കം. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പാസ് ഒന്ന് ആലോചിച്ചു, CPM കാരൻ എന്ത് ചെയ്തു അതിനകത്ത് പെട്ടെന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസമൊന്നും ഇല്ലാത്തവൻ, മനസ്സിലായ? സ്വാഭാവികമായിട്ടും ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. അപ്പൊ ചിലപ്പോ ചില്ലറായിട്ട് ഇപ്പൊ ചിലപ്പോൾ വീട് പോയിട്ടുണ്ടാവും, അതും 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരിൽ 1-2 പേര് വീട് പോയിട്ടുണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയല്ല. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ബാക്കിയുള്ളവരൊക്കെ തന്നെ മറ്റേ 4 കുറിയും തൊട്ട് ഈ തന്ത്രി അടക്കം പരമഭക്തന്മാരാണ്. അവര് ശരിക്കും പറഞ്ഞാൽ ആചാരലംഘനം ഉണ്ടായാൽ ചോര വീഴ്ത്തു വന്നിട്ട് എന്ത് ചെയ്യും, ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്നത് തടയും. അവളെ തടഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രപഞ്ചം കാണിച്ചവരാണ്. ഈ പ്രപഞ്ചം കാണിച്ച ആർക്കും ഒരു വിശ്വാസവും ഇല്ല. ഇതിന്റെ ഏറ്റവും വലിയ കേസ് എന്താണെന്നറിയാമോ, ശോഭാ ജോണിന്റെ അടുത്ത് ഈ വളഞ്ഞമ്പലത്തുള്ള ഫ്ലാറ്റില്, ആ ഫ്ലാറ്റിൽ വന്നിട്ട് മറ്റേ തന്ത്രി പറഞ്ഞ പോലെ കണ്ടര് മറ്റേ രാജീവരുടെ ചേട്ടൻ വന്നിട്ട് മോഹന്റെ വന്നിട്ട് മോഹനെ വിളിച്ച് കോടതി ചോദിച്ചിരുന്നു, തന്ത്രവിദ്യകൾ അറിയോ, സംസ്കൃതം അറിയോ, തകൾക്ക് പൂജാവിധികൾ അറിയോ? ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ തന്ത്രി കുടുംബത്തിന്റെ ഈ പറയുന്ന ഒന്നാമത് പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും വാ തുറന്ന സത്യം പറയാറില്ല. അതായത് ഈ കണ്ഠര് മോഹന്റെ മുതൽ ഈ പറയുന്ന പോലെ എന്താണ് ബാക്കി രാജീവര് മുതൽ പിന്നെ പെങ്ങളുടെ മകനായിട്ടുള്ള മറ്റേ രാഹുൽ ഈശ്വർ വരെയുള്ള ഒരുത്തനും വാ തുറന്ന കള്ളമല്ലാതെ വേറൊന്നും പറയൂല. അപ്പൊ അവരിത് പറയണൊക്കെ നോക്കും. അവർ ആർഷഭാരത സംസ്കാരം പറയും, വന്നിട്ട് എന്ത് ചെയ്യും, മലയാളി ഹൗസിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ചെന്ന് മറ്റേ കൂത്തും കൂടിയായിട്ടൊന്നും നടത്തും. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ താഴ്മൺ കുടുംബത്തിന്റെ ഒന്ന് ആലോചിച്ചൊക്കെ പരശുരാമൻ കൊണ്ടുവന്നതാണ് നിങ്ങോട്. അതെ. പിന്നെ അയ്യപ്പനും ഞാനും തമ്മിൽ ധ്യാനത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, അയ്യപ്പൻ എനിക്ക് പെർമിഷൻ തരുന്നു, ഈ ചടക്കൊക്കെ എടുത്തു മാറ്റുകയും
ഈ പറയുന്ന ബ്രാഹ്മണനായിട്ടുള്ള ഈ തന്ത്രി കുടുംബത്തിന് ഇതിന്റെ മുഴുവൻ അധികാരവും കൊടുക്കുകയും ചെയ്യുന്ന പണിയൊക്കെ നിർത്തേണ്ട കാലം അതിക്രമിച്ചു. രണ്ട് കാര്യങ്ങൾ നിർത്തണം. ഒന്ന്, തന്ത്രി കുടുംബത്തിന്റെ ഈ അധികാരം എടുത്ത് കളയണം. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അവർ ഇതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിൽ ഒരു ദിവസം ഈ വിജിലൻസിന്റെ ചീഫായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പൊ ലാസ്റ്റ് വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മേൽശാന്തിയുടെ റൂമിൽ വലിയ സമ്പന്നരായിട്ടുള്ള ഭക്തന്മാരെയൊക്കെ ഇരുത്തിയിട്ട് 1 രൂപ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്ത് അവരുടെ നിന്ന് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ മേടിക്കുമായിരുന്നു. ആര്? ഈ പറയുന്ന തന്ത്രിയും മേൽശാന്തിയും കൂടി. ഇനി മേൽശാന്തിനെ നിയമിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ നാട്ടിലെ ഈഴവരും ഈ പറഞ്ഞ പോലെ നായരും പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകളും ഹിന്ദുക്കളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്, ഇവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. നമ്മളൊക്കെ കുറച്ചുകൂടി മര്യാദക്കാരാണ്, ഇവർ അതിനേക്കാൾ വലിയ കള്ളന്മാരാണ്. അതുകൊണ്ടാണ് പരശുരാമൻ കൊണ്ടുവന്ന 2 കുടുംബങ്ങളിൽ ഒന്നാണെന്നുള്ള കഥയൊക്കെ ഇവിടെ ഇറക്കി നമ്മളെ പറ്റിക്കുന്നത്. ഇനി മേൽശാന്തിയെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഏത് ബ്രാഹ്മണനായിരിക്കണമെന്നുണ്ട്. ഈ 21ാമത്തെ നൂറ്റാണ്ടില് നിങ്ങൾക്ക് പൂജ അറിയുന്ന, നിങ്ങൾ ഈ പറഞ്ഞ പൂജാവിധികളൊക്കെ പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, തമിഴ്നാട്ടിൽ ഇപ്പൊ എത്ര അമ്പലങ്ങളിലാണെന്ന് അറിയാമോ? ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? പൂജ. പക്ഷെ സാർ അത് കേരളത്തിലൊന്നും നടക്കില്ല. ഏതാ? കേരളത്തിൽ നടക്കണമെങ്കിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടത്തിനൊരു അടിയാണ് ഈ തന്ത്രിക്കെതിരെയുള്ള അറസ്റ്റ്. കാരണം നേരത്തെ നമ്മൾ വിചാരിച്ചത് ഇവരൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഇവര്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആരാണ് ഈ വാക്ക് കോയിൻ ചെയ്തതെന്ന് ആലോചിച്ചിട്ടുണ്ട് താങ്കള്? കാരണം ഏതാ ഞാൻ പറഞ്ഞുതരാം. അയ്യപ്പന്റെ പിതൃസ്ഥാനീയരാണ്. അതെ, പിതൃസ്ഥാനീയർ. ഇത് ആരാ പറഞ്ഞേക്കണം? അവര് തന്നെ പറഞ്ഞേക്കണേ. അല്ലാതെ നാട്ടിലുള്ള ആളുകൾ ആരും എന്ത് ചെയ്തവരല്ല, പറഞ്ഞതല്ല. ഈ കാനനത്തിന്റെ നടുക്കിരിക്കുന്ന ഈ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഏതെങ്കിലും ബ്രാഹ്മണൻ പണ്ട് വസിച്ചിട്ടുണ്ടാവോ? ഒരിക്കലുമില്ല. അപ്പൊ യഥാർത്ഥ ചരിത്രം എടുത്ത് പരിശോധിക്കാൻ തയ്യാറുണ്ട്. പിന്നെ പരശുരാമൻ മഴുവറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോ ഐതിഹ്യമായിട്ടാണ്. ഐതിഹ്യം. ആ പരശുരാമൻ കൊണ്ടത് 2 കുടുംബങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ സാർ ഈ വിഗ്രഹം ബുദ്ധ കൺസെപ്റ്റുമായിട്ട് സാമ്യമുണ്ടെന്നും പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതെല്ലാം തന്നെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. പിന്നെ അയ്യപ്പദാസെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ വിശ്വാസം കൂടിയിട്ട് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി എത്തി നിൽക്കുകയാണ്. സാർ, നമ്മളിപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ തന്ത്രിയല്ല ഇനി ആരായാലും, തന്ത്രിയല്ല ഇനി മന്ത്രി ആയാലും, അതായത് ടാഗ് ഇങ്ങനെയായിരുന്നു. ഈ സാറ് പറഞ്ഞ പോലെ ന്യൂസ് നൈറ്റിലേക്ക് ടാഗ് PG സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പത്രപ്രവർത്തകർ, അബ്ജോദനെ പോലുള്ളവരൊക്കെ തന്ത്രിയെ പിടിച്ചു, ഇനി മന്ത്രി എവിടെയെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വരെ രീതിയിലൊക്കെ വന്നു. സാർ, ഒരു തരി കള്ളമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ഇവർ അറസ്റ്റ് ചെയ്യില്ലേ? അല്ല, നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി അയ്യപ്പദാസിനോട് പറയാം. ഞാൻ വളരെ ഓപ്പണായി പറയുകയാണ് ഒരു കാര്യം. അയ്യപ്പദാസെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതിൻ്റെ തലവനായിട്ടുള്ള ആളെന്ന് പറയുന്നത് H. വെങ്കടേഷ്, ഈ പറഞ്ഞ പോലെ DIG ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഡേ ടു ഡേ അഫേഴ്സ് മൊത്തം നോക്കുന്ന അതേ ആൾ തന്നെയാണ് മൈക്രോ ഫിനാൻസിൽ ഈ വെള്ളാപ്പള്ളി അടച്ചനൊക്കെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ വളരെ സത്യസന്ധനെന്ന് നമുക്ക് എല്ലാം അറിയുന്ന, അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയില്ല കേട്ടാ, നമുക്ക് അങ്ങനെ പൊതുവെ ഒരു ധാരണയുള്ളതാണ്, നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ H. വെങ്കടേഷ് അല്ലേ, ഞാൻ പറഞ്ഞ അതിന്റെ കീഴിലുള്ള SP. അപ്പൊ ഞാൻ പറഞ്ഞ ശശിധരൻ. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഇദ്ദേഹവും ഒന്നാമത് ഈ പറയുന്ന നമുക്കറിയാലോ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ശബരിമല ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ്. എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ആഭ്യന്തരമന്ത്രി വിളിച്ചിട്ട്, എനിക്കറിയില്ല, സിനിമയിലൊക്കെ ആളുകൾക്ക് കണ്ടിട്ട് ആളുകൾക്ക് തോന്നലുണ്ടാവും മറ്റേ സുരേഷ് ഗോപിയൊക്കെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ നിന്ന്. കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥരും ഞാൻ വിചാരിക്കുന്നില്ല, ഒരു IG റാങ്കോ ഈവൻ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു ആഭ്യന്തരമന്ത്രി പേഴ്സണലി വളരെ കൃത്യമായി ഇടപെട്ട ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായ? അപ്പൊ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പത്മകുമാർ എന്ത് ചെയ്യാതിരിക്കാം, അറസ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പൊ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ത് ചെയ്യാം, ഇപ്പോഴും രക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് ഈ അന്വേഷണം മാത്രമാണ്. മനസ്സിലായ? കോടതിക്ക് രാവിലെ ഉച്ചയ്ക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷെ കോടതി ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ അന്വേഷണം നടത്തും. പക്ഷെ അവര് പിന്നെയും സർവീസിൽ ഉണ്ടാവുകയും അത് കഴിഞ്ഞ് പെൻഷൻ പറ്റുകയും അത് കഴിഞ്ഞ് എന്ത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്, ജീവിതം നയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായേനെ. അത് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ. പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരൊരു കാര്യം ഉറപ്പുണ്ട്, കടകംപള്ളിയെയും അവർ ചോദ്യം ചെയ്തു. ഉറപ്പ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തു. കടകംപള്ളിയുടെ ഒരു മന്ത്രി എന്നുള്ളതിലേക്ക് ഒരു കടകംപള്ളിക്ക് ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകൾക്കറിയാം, ഡേ ടു ഡേ അഫേഴ്സിൽ മന്ത്രിക്ക് ഒരു റോളും ഇടപെടേണ്ട കാര്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അയ്യപ്പാസിനോട് പറയുന്നു, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വാക്കാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ PA മുഖേന വല്ല നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ലീഗലി അദ്ദേഹത്തിലേക്ക് എത്താൻ സാധ്യതയില്ല, പറ്റൂല. അതുകൊണ്ടാണ് ആ കാര്യം.
അല്ലാതെ ഓക്കെ രാഷ്ട്രീയമായി കടകംപള്ളിയിലെ കൂടി അറസ്റ്റ് ചെയ്താൽ ഗുണമുണ്ടാകുമെന്ന് വെച്ചിട്ട് രാവിലെ പോയി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കടകംപള്ളിയിലെ ശരിക്കും ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിനെ ചോദ്യം ചെയ്തു. ഇവരെ സോണിയാഗാന്ധി ചോദ്യം ചെയ്യുന്ന കാര്യമില്ലെന്നേ. കാരണം എന്താ അറിയാമോ? സോണിയാഗാന്ധി ആകെ ആ 10 മിനിറ്റ് കണ്ടുണ്ടാവുള്ളൂ എന്ന് ആർക്കറിയാം? SIT-ക്ക് അറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥരറിയാം. പിന്നെ വെറുതെ വേണമെങ്കിൽ ചോദ്യം ചെയ്യും. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇവരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, മറ്റേ രാഹുൽ ഗാന്ധിനെ സോണിയാഗാന്ധിനെ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ച് ചോദ്യം എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് SIT അങ്ങനെ ഒരു പ്രതികാര നടപടി എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ടതായിട്ടോ എനിക്ക് ഇതേവരെ എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. 9ഓളം വരുന്ന ഇപ്പൊ ഏതാണ്ട് 10ഓ 11ഓ കോടതി വിധികൾ ഉണ്ടായിരുന്നു, ഇടക്കാല ജഡ്ജ്മെന്റുകൾ. അതെല്ലാം പരിശോധിച്ചിട്ട് അതിലൊന്നും തന്നെ അങ്ങനെയുള്ള പരാമർശങ്ങൾ വന്നിട്ടില്ല. ഇനി ആരെങ്കിലും 2ഓ 3ഓ പേർ മൊഴി കൊടുത്താൽ ചിലപ്പോൾ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കാം. ഇനി അറസ്റ്റ് ചെയ്താലും അയ്യപ്പാസ് പറഞ്ഞാണ് ആ കാര്യം, ഞങ്ങള് വളരെ സംശുദ്ധമായി അന്വേഷണം നടത്തുമ്പോൾ SIT അന്വേഷണം ഞങ്ങൾ സർവാത്മന പിന്തുണക്കുന്നുവെന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി CPM-ന് പറയാൻ മറ്റൊരു ഗുണവും കൂടി ഉണ്ട്. അതെന്താ അറിയോ? ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെയാണ് ഈ അന്വേഷണങ്ങൾ കണ്ടെത്തി ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആർക്ക് കൊടുത്തേക്കണത്? SIT കൊടുത്തേക്കണത്. അപ്പൊ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പോലീസിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്, അല്ലാതെ മറ്റേ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവന്നിട്ടുള്ള ഉദ്യോഗസ്ഥരല്ല. അപ്പൊ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യവുമായി നിരക്കുന്നതല്ല. പക്ഷെ കേരളത്തിൽ പത്മകുമാറിനെ പോലെ വാസുവിനെ പോലെയുള്ള ആളുകൾ അറസ്റ്റിലായപ്പെട്ടപ്പോൾ നമ്മളടക്കം വിമർശിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ പോലും അതിനകത്ത് പെടാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് പുറത്താക്കാതിരിക്കുന്നതിന്റെ കാരണവും ഒരുപക്ഷെ ഒരു സംരക്ഷണം അധികം നാൾ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തെളിവ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒന്നുകൂടി അങ്ങോട്ട് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു തന്ത്രമാണ്. കാരണം കത്തിക്കോട്ടെ, അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? മനസ്സിലായ? അതൊരു വലിയ തന്ത്രമാണ്, ബിസിനസ്സിലൊക്കെയുള്ള തന്ത്രമാണ്. നെഗറ്റീവ് ഈ കമന്റുകൾ എന്ത് ചെയ്തോട്ടെ, വന്നോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്താൽ മതി. ഈ റൺ ബേബി റൺ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, താങ്കൾ കണ്ടിട്ടുണ്ട്? ആദ്യത്തില് എന്ത് ചെയ്യുന്നു, ആദ്യം ഇവനെതിരെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു, അതിനുശേഷം അതേപോലെ തന്നെ ഒരു നാടകം കളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ചാനലുകാരൊക്കെ കൂടി എന്നെ പെടുത്താൻ നോക്കിയതാണെന്ന് അതിൽ സായി കുമാർ എന്ത് ചെയ്യുന്നു. അപ്പൊ എന്താണെന്ന് അറിയാമോ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവന്റെ ഇമേജ് എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ഉയരുകയാണ്, വർദ്ധിക്കുകയാണ്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യും, വർദ്ധിക്കുന്ന ഒരു പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഴയതുപോലെ ഡിബേറ്റിലെ അവതാരകർക്ക് അത്ര കണ്ടങ്ങ് ഒരു വലിയ പ്രകാശമില്ല മുഖത്തിന്. പിന്നെ ഓൺ ദ സ്പോട്ടിൽ നിന്ന് വിവരങ്ങൾ പറയുന്ന അധികായരായ മറ്റ് തിരുവനന്തപുരത്തെയും അല്ലാത്തെയൊക്കെയുള്ള ഇതിനെ നിയന്ത്രിക്കുന്ന റിപ്പോർട്ടേഴ്സ്, അവർക്കും ഇപ്പോൾ വലിയൊരു പ്രത്യാശയും പ്രതീക്ഷയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ എന്നുള്ളൊരു മുഖഭാവമാണുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും താങ്കൾ മുൻകൂട്ടി പറഞ്ഞ താങ്കൾ അത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, താങ്കൾ ആ ഒരു മുൻകൂട്ടി പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ വരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാം.